السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വൈജ്ഞാനികമായ ചരിത്രത്തിന്റെ തുടർച്ചയാണ് നമ്മുടെ പരിപാടിയുടെ പ്രമേയം. അതുകൊണ്ട് തന്നെ നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾക്ക് ചരിത്രപരമായ യാഥാർത്ഥ്യമുണ്ട്, അതിൻ്റെതായ പ്രസക്തിയുമുണ്ട്. ലോക ചരിത്രത്തിൽ മാർക്സിസത്തിന് നിലകൊള്ളുന്നത് വളരെ വലിയൊരു സ്ഥാനമാണ്. മാർക്സിസം എന്ന് വെച്ചാൽ കാൾ മാർക്സും ഫെഡറിക് എംഗൽസും രൂപീകരിച്ച ഒരു ആശയമാണ്. സാമൂഹികവും സാമ്പത്തികവുമായി വിവിധ തട്ടിലുണ്ടായിരുന്ന ഒരു സമൂഹത്തെ തുല്യതയുടെ ലെവലിലേക്ക് എത്തിക്കുക എന്നാണ് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനമായ ആശയം. കമ്മ്യൂണിസം എന്ന ആശയം രൂപപ്പെട്ടത് തന്നെ ഭൗതികവാദം എന്ന മറ്റൊരു ആശയത്തിൽ നിന്നാണ്. ഭൗതികവാദം പ്രധാനമായും നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ സാധിക്കും. ഒന്ന് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, രണ്ട് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ എംഗൽസിന്റെ തന്നെ അപൂർണമായ ഒരു കൃതിയാണ് പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത എന്ന്. ആ കൃതിയിൽ അദ്ദേഹം പല ആശയങ്ങളും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിന്റെ ഭാഗമായി വിശദീകരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് എല്ലാ കാര്യങ്ങളും വിപരീത ശക്തികളിലാണ് ഉൾക്കൊള്ളുന്നത്. മനുഷ്യനാകട്ടെ ഈ ഭൗതിക ലോകത്തുള്ള സർവ്വതും വിപരീത കാര്യങ്ങൾ കൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ആറ്റത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ആറ്റത്തിന്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ലോകത്തുള്ള മറ്റുള്ളവയും. മാത്രമല്ല, പരിണാമപരമായ മാറ്റങ്ങളും ഗുണപരമായ മാറ്റങ്ങളും മനുഷ്യനിൽ ഭൗതികത്തിൽ ഉണ്ടെന്നും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം വാദിക്കുന്നുണ്ട്. ഇനി മറ്റൊരു വിഷയം ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസമാണ്. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാൾ മാർക്സ് തന്റെ കമ്മ്യൂണിസം എന്ന ആശയം രൂപപ്പെടുത്തുന്നത്. സാമ്പത്തികവും സാമൂഹികവുമായ ചലനാത്മകത രൂപപ്പെട്ടിരിക്കുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ റൂട്ട്സിലൂടെയാണെന്നാണ് ഇതിന്റെ പ്രധാന വാദം. ഇനി എവിടെയാണ് ഇത് ആധുനിക ശാസ്ത്രവുമായി കോൺഫ്ലിക്റ്റ് ചെയ്യുന്നതും സംയോജിക്കുന്നതും? ആധുനിക ശാസ്ത്രം രൂപപ്പെടുന്നത് 1600കളിൽ തന്നെ കോപ്പർനിക്കസിന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ ഒരു കൃതി പ്രസിദ്ധമാകുന്നതിലൂടെ 1543 ദ റെവല്യൂഷനേബസ് ഓർബിയസ് കൊളേഷ്യസം എന്ന കൃതിയിലൂടെ ആധുനിക ശാസ്ത്രത്തിന് പുതിയൊരു മാനം ഉണ്ടാവുകയാണ്. പിന്നീട് യൂറോപ്യൻ വൈജ്ഞാനിക വിപ്ലവം, അതിനെ തുടർന്നുണ്ടായ സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടവും നവോത്ഥാനവുമെല്ലാം ആധുനിക ശാസ്ത്രത്തിന് പുതിയൊരു ഊർജം നൽകി. ശേഷം ഐൻസ്റ്റീനിലൂടെയും ഐസക് ന്യൂട്ടണിലൂടെയും ഒക്കെ ആധുനിക ശാസ്ത്രം രസതന്ത്രം, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ തലത്തിലേക്ക് ഉയരുകയാണ്. ഇവിടെയെല്ലാം മാർക്സിസം സമാന്തരമായി വളർന്നുകൊണ്ടിരിക്കുമ്പോഴും ആധുനിക ശാസ്ത്രവുമായി മാർക്സിസം ഒരു സംയോജിപ്പ് ഉണ്ടാക്കാൻ ആദ്യകാലത്ത് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും മാർക്സിസത്തിന്റെ ആശയങ്ങളിൽ ആധുനിക ശാസ്ത്രത്തിന് വളരെ കൃത്യമായ അടിസ്ഥാനം അവർ വിലകൽപ്പിച്ചിരുന്നില്ല. സംയോജിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഭൗതികവാദത്തിൽ തന്നെ ശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിൽ ക്വാണ്ടം ഫിസിക്സുമായും ജനിതക ശാസ്ത്രവുമായും ഭൗതികവാദം വൈരുദ്ധ്യാത്മകമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ജനിതക ശാസ്ത്രത്തിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കാൻ ലൈസങ്കോയിസം പോലുള്ള റഷ്യൻ ആശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ലൈസങ്കോയിസം എന്ന് വെച്ചാൽ ലെനിന്റെ കാലഘട്ടത്തിൽ റഷ്യയിൽ ഒരു ശാസ്ത്രീയ വിപ്ലവം ഉണ്ടാക്കാൻ മാർക്സിസ്റ്റ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് യോജിക്കുന്നവരെ ആ ശാസ്ത്രത്തിലേക്ക് എടുക്കാൻ അവർ തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായി അന്ന് നിലവിലുണ്ടായിരുന്ന വാലിവോവ് പോലെയുള്ള ശാസ്ത്രജ്ഞരെ പുറത്താക്കുകയും ലൈസങ്കോയെ നിയമിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ബൂർഷ്വാ വിശ്വാസങ്ങളെ എതിർക്കുകയും കൃഷി തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ട് അതിനെ ശാസ്ത്രവുമായി സംയോജിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി ജനിതക ശാസ്ത്രം, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ ശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളെ
ശാസ്ത്രീയ പഠനങ്ങളിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന റഷ്യയിലെ പ്രസിഡന്റുമാർ മരണപ്പെട്ടതോടുകൂടി 1960കളിലാണ് ജൈവികശാസ്ത്രം വീണ്ടും റഷ്യയിലെ പാഠപുസ്തകങ്ങളിൽ തിരിച്ചെത്തുന്നത്. ഇതിന്റെ ഒരു ചരിത്രപരമായ ടൈം ലൈനിലേക്ക് നോക്കുകയാണെങ്കിൽ 1840കളിലാണ് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും യങ് ഹെഗേലിയൻസുമായി വേർപിരിയുന്നത്. തുടർന്ന് ചരിത്രപരമായ ഭൗതികവാദം എന്ന ആശയം രൂപപ്പെടുത്തുന്നു. ഇതിലൂടെ മാർക്സിസ്റ്റ് ഭൗതികവാദത്തിന്റെ ദാർശനികമായ അടിസ്ഥാനം ചരിത്രപരമായ ഭൗതികവാദമാണെന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. തുടർന്ന് 1859 ചാൾസ് ഡാർവിന്റെ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതോടെ മാർക്സിസ്റ്റ് ആശയത്തെ ഭൗതികവാദത്തെ ഡാർവിനിസവുമായി കൂടിക്കലർത്താൻ ശ്രമിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശാസ്ത്രവുമായി സംയോജിക്കാൻ ശ്രമിക്കുന്നതിന്റെ തുടക്കം. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ശാസ്ത്രത്തെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ശാസ്ത്രവുമായി സംയോജിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നീടാണ് അതിൽ വൈരുദ്ധ്യാത്മകത നിലവിൽ വരുന്നത്. 1860കളിൽ മാർക്സും എംഗൽസും ഡാർവിനിസം, ഊർജ സംരക്ഷണ നിയമം, കോശഘടന എന്നിവയൊക്കെ അവരുടെ ചിന്തകളിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശാസ്ത്രത്തിന്റെ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നെറേറ്റീവുകളെ മാർക്സിസം എന്ന ആശയത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നതിലൂടെ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് മാർക്സിസം എന്ന ആശയത്തിന്റെ അടിസ്ഥാനം തന്നെ ഒരു ശാസ്ത്രീയമായ പര്യവേക്ഷണം എന്നായിരുന്നു. അതും തന്നെ കൂടുതൽ കാലം നിലനിൽക്കുന്നില്ല. 1853 ഫ്രെഡറിക് എംഗൽസിന്റെ പ്രസിദ്ധീകരിക്കാത്ത പണിതീരാത്ത ഒരു പുസ്തകമായിരുന്ന പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ വൈരുദ്ധ്യാത്മകമായ ഭൗതികവാദത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ വളരെ വ്യക്തമായി തന്നെ വിശകലനം ചെയ്യുന്നുണ്ട്. പിന്നീട് 1887 ജോസഫ് ഡിറ്റ്സ്ഗൻ എന്ന ശാസ്ത്രജ്ഞൻ വൈരുദ്ധ്യാത്മകത ഭൗതികവാദം അഥവാ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന പദം ആദ്യമായി ലോകത്ത് കൊണ്ടുവരുന്നത് 1887 1891 റഷ്യൻ ശാസ്ത്രീയ മേഖലയിൽ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന വാദം കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്നത് ജോർജി പ്ലെക്കനോവ് എന്ന ശാസ്ത്രജ്ഞനാണ്. റഷ്യൻ മാർക്സിസത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ജോർജി പ്ലെക്കനോവ് ഈ ആശയത്തെ മാർക്സിസത്തിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ ശ്രമിച്ചു. മാർക്സിസ്റ്റ് തത്വചിന്തയെ വിവരിക്കാൻ വേണ്ടി ഈ ആശയത്തെ കൂടുതലായി അന്ന് വ്യാപകമായി തന്നെ ഉപയോഗിച്ചിരുന്നു. പിന്നീട് 1908 വ്ളാദിമിർ ലെനിൻ മെറ്റീരിയലിസം ആൻഡ് എംപീരിയോ ക്രിറ്റിസിസം എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത്. എന്നാൽ അന്നേ വരെ നിലനിന്നിരുന്ന വൾഗർ മെറ്റീരിയലിസം എന്ന ആശയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ട് ഈ പുസ്തകം. എന്നിട്ട് കൂടുതലായി മാർക്സിന്റെ ആശയത്തോട് യോജിക്കുന്ന ഒരു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന ആശയമാണ് അന്ന് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നീട് വന്ന മെറ്റീരിയലിസ്റ്റിക് നെറേറ്റീവ്സുകളൊക്കെ പിന്നീടുണ്ടായ ആധുനിക ശാസ്ത്ര കണ്ടെത്തലുകളോടുമായി സംയോജിച്ചും വിഘടിച്ചും നിൽക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടം ഫിസിക്സ്, ജെനറ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തമായി തന്നെ വിഭജിക്കാൻ ശ്രമിക്കുന്നു. ഇതിലൂടെയൊക്കെ അവർ സാധ്യമാക്കിയിരുന്നത് 1930കളുടെ തുടക്കത്തിൽ 1917 റഷ്യയിൽ ഉണ്ടായിരുന്ന ഒക്ടോബർ വിപ്ലവവും അതിനെ തുടർന്നുണ്ടായ കമ്മ്യൂണിസ്റ്റ് വിപ്ലവമൊക്കെ ലോകത്ത് പുതിയതായ ഒരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടാക്കാൻ ശ്രമിച്ചതായിരുന്നു. അവിടെയാണ് ശാസ്ത്രവുമായി മാർക്സിസം പ്രധാനമായി വിയോജിച്ചത്. അന്നേ വരെ നിലനിന്നിരുന്ന ശാസ്ത്രീയ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പുതിയൊരു ശാസ്ത്രീയ അടിത്തറ, അതും മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടാക്കുക എന്നതായിരുന്നു 1917 നടന്ന ഒക്ടോബർ വിപ്ലവത്തിന്റെ തുടർച്ചയായുണ്ടായ ഒരു വൈജ്ഞാനികമായ പ്രവർത്തനം. എന്നാൽ അതും നീണ്ടകാലം നിലനിൽക്കുന്നില്ല. 1990കളിൽ റഷ്യൻ മാർക്സിസം തകരുകയും അവർ ആധുനിക ശാസ്ത്രവുമായി പിന്നീട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. ഇന്ന് ആധുനിക ശാസ്ത്രത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളുമായി, മുഖ്യ കാര്യങ്ങളുമായി മാർക്സിസം അനുയോജിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ ഇന്നും അവർ ആ ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. മാർക്സിസ്റ്റ് ഭൗതികവാദവും ആധുനിക ശാസ്ത്രവും വളരെ വിശാലവും ബഹുതരവും സങ്കീർണതകളും നിറഞ്ഞൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു പ്രസന്റേഷൻ സാധ്യമല്ല എന്ന
ധാരണ നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തുടരുന്നു.